എൻ്റെ ചെറുപ്പത്തിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് സിംഗേഴ്സ് എന്ന് പറയുന്നത് മെയിൽ സിംഗേഴ്സ് അത് KJ യേശുദാസും SP ബാലസുബ്രഹ്മണ്യവുമായിരുന്നു. ഏതാണ്ട് 1960-കൾ മുതൽ ഗാനം ആലപിച്ചു തുടങ്ങിയവരാണ് ഇരുവരും. എന്നാൽ അക്കാലത്ത് ടെലിവിഷൻ ചാനലുകളിൽ മറ്റൊരു സിംഗറെ കൂടി വളരെ ബഹുമാനത്തോടുകൂടി ഇവർ അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ അവാർഡ് ഷോകളിലും മറ്റും അല്ലെങ്കിൽ റിയാലിറ്റി ഷോകളിൽ പുള്ളിയെ നല്ല ഹൈപ്പ് കൊടുത്താണ് പ്രസന്റ് ചെയ്യാറ്. അപ്പോൾ അന്നത്തെ എൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് പുള്ളിക്ക് മേൽപ്പറഞ്ഞ രണ്ടുപേരുടെ അത്രയും പ്രായമില്ല. എൻ്റെ അറിവിൽ പുള്ളിയുടെ ഫേമസ് ആയ പാട്ടുകളെല്ലാം വന്നിരിക്കുന്നത് 90കളിലാണ്. ഓൾസോ മറ്റു രണ്ടുപേരിൽ നിന്നും വിഭിന്നമായി കുറച്ചുകൂടി മോഡേൺ മ്യൂസിക്കിന്റെ വക്താവ് കൂടിയാണ് ഇദ്ദേഹം. ചുരുക്കി പറഞ്ഞാൽ യേശുദാസ്, SPB എന്നീ ഗ്രേഡിലുള്ള ആളല്ല ഇദ്ദേഹം. എന്നിരുന്നാലും അതിന് തൊട്ടു താഴെ മറ്റെല്ലാത്തിനും മേലെ എന്ന നിലയ്ക്കായിരുന്നു ഇദ്ദേഹത്തെ അന്ന് പ്രൊജക്ട് ചെയ്തതായി ഞാൻ കണ്ടിട്ടുള്ളത്. എനിവേസ്, ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വന്ന എനിക്ക് പ്രിയപ്പെട്ട ചില മലയാളം പാട്ടുകൾ നമുക്കൊന്ന് നോക്കാം. ലിസ്റ്റിന്റെ വലുപ്പം കുറക്കാൻ വേണ്ടി ഹിന്ദി, തമിഴ് പാട്ടുകൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തേത് തീർച്ചയായും ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ മലയാളം പാട്ട്, വിദ്യാസാഗറിന്റെ മ്യൂസിക്കിൽ വന്ന അഴകിയ രാവണൻ എന്ന സിനിമയിലെ ഓ ദിൽറുബ എന്ന സോങ്. ആ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ പാടി ഇദ്ദേഹത്തെക്കാളും അതിന്റെ മ്യൂസിക് ഡയറക്ടറിനെ പറ്റിയാണ് പറയേണ്ടത്. വിദ്യാസാഗറിന്റെ വക ഒരു ക്രേസി കോമ്പോസിഷൻ. എന്താ പറയുക, അക്കാലത്തൊന്നും മലയാളത്തിൽ കേട്ടുവരാത്ത തരത്തിലുള്ള ഒരു പ്രീമിയം സോങ്. അടുത്തത് സത്യം ശിവം സുന്ദരം എന്ന മൂവിയിലെ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് എന്ന സോങ്, വീണ്ടും വിദ്യാസാഗർ തന്നെ. അടുത്തത് വെള്ളിത്തിര എന്ന പൃഥ്വിരാജ് സിനിമയിലെ അൽഫോൺസ് ജോസഫിന്റെ മ്യൂസിക്കിൽ വന്ന ഹൃദയസഖി എന്ന സോങ്. ഒരു റൊമാൻസും വിരഹവും ഒക്കെ ഇഞ്ചോടിഞ്ചു പോരാടുന്ന ഒരു പാട്ടായിരുന്നു അത്. അടുത്തത് കഥ തുടരുന്നു എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിലെ ആരോ പാടുന്നു ദൂരെ എന്ന സോങ്. ഇതുപോലൊരു നൈസ് സോങ് ഒക്കെ കഴിഞ്ഞ് ആസിഫ് അലി അങ്ങ് തട്ടിക്കളയുന്നതും പുള്ളിയുടെ ഭാര്യയും കുഞ്ഞും തെരുവിലേക്ക് ഇറങ്ങുന്നതുമൊക്കെ ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യങ്ങളാണ്. അടുത്തത് അനാർക്കലി എന്ന സിനിമയിലെ സാഹേബ എന്ന സോങ്, മറ്റൊരു പൃഥ്വിരാജ് ചിത്രം. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വീണ്ടും വിദ്യാസാഗർ. വിരഹവും റൊമാൻസും പ്രതീക്ഷയും കാത്തിരിപ്പും ഒക്കെ ഉള്ള ഒരു സോങ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയുമാണ് മലയാളത്തിൽ ഇദ്ദേഹത്തിൻ്റെതായി എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്ന ചില പാട്ടുകൾ.